നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി പദത്തിൽ ഹാട്രിക്കിലേക്ക് നീങ്ങുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിട്ടും അമിത ആഹ്ലാദ പ്രകടനങ്ങൾ ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലെത്തിയ അദ്ദേഹം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും മറ്റും പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിക്ക് അന്തിമ രൂപം നൽകി. റിമാൽ ചുഴലിക്കാറ്റിന് ശേഷമുള്ള സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ യോഗം അവലോകനം ചെയ്തു. അതിരൂക്ഷമായ കാലാവസ്ഥയുടെ തീവ്രത ലഘൂകരിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടപടികളും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തി. ആഘാതത്തിന്റെ തോത് കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളുടെ ആവശ്യത അനുസരിച്ച് NDRF ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി പലായനം, എയർലിഫ്റ്റിംഗ്, റോഡ് ക്ലിയറൻസ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. തടസ്സങ്ങളില്ലാതെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്നലെ 7 ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് രാജ്യത്തിന്റെ ഭാവിക്ക് സുപ്രധാന വഴിത്തിരിവാകുന്നു കരുതുന്ന 100 ദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിർണായക യോഗം ചേർന്നത്. ആദ്യ 100 ദിനത്തിൽ തന്നെ മികച്ചതും കടുത്തതുമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാണ് നീക്കം. വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മോദി ആശയവിനിമയം നടത്തി. സെക്രട്ടറി തലത്തിലെ ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന 10 ഉന്നതതല ഗ്രൂപ്പുകൾക്കാണ് സെക്ടറൽ ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് നടപ്പാക്കാൻ ചുമതല. പുതിയ കരസേനാ മേധാവിയും IB ഡയറക്ടറെയും ഈ മാസം നിയമിക്കേണ്ടതുണ്ട്. പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ മാർച്ച് 3 മോദി നിർദ്ദേശം നൽകിയിരുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. ഇതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ ഉന്നതതല യോഗം. 7 യോഗങ്ങളിലാണ് മോദി ഇന്നലെ പങ്കെടുത്തത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിക്കാനും പദ്ധതി തയ്യാറാക്കി. അതേസമയം ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള യോഗവും പ്രധാനമന്ത്രി നടത്തി. ജൂൺ 5 ഈ അവസരം വരുന്നത്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ആഗോളവും പ്രാദേശികവുമായ ശ്രമങ്ങൾ ഉയർത്തിക്കാട്ടാൻ തെരഞ്ഞെടുത്ത അന്താരാഷ്ട്ര ദിനത്തിന്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ ആയിരിക്കും. 2047 വികസിത ഭാരതമെന്ന സ്വപ്നം ലക്ഷ്യമിട്ടുള്ള വിഷൻ ഡോക്യുമെന്റ്സും ചർച്ചയായി. വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സമഗ്ര ബ്ലൂ പ്രിന്റിൽ എല്ലാ മേഖലയിലും വികസനത്തെക്കുറിച്ച് തെളിമയാർന്ന ദർശനമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം, ജനജീവിതവും വാണിജ്യവും അനായാസമാക്കാനുള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം എന്നിവയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.